നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് JSW MG മോട്ടോർ ഇന്ത്യയുടെ പുത്തൻ ഹെക്ടറാണ്. MG മോട്ടോർ ഇന്ത്യയിലെ ആദ്യത്തെ വാഹനമായ ഹെക്ടർ 2019 ഇവിടെ എത്തിയത്. 2026 വലിയ ഒരു ഫേസ് ലിഫ്റ്റ് നൽകിയിരിക്കുകയാണ്. എന്നാൽ ആദ്യകാലത്ത് വാഹനത്തിൻ്റെ വിലയിൽ നിന്നും വലിയ വില വ്യത്യാസത്തിൽ GST ബെനിഫിറ്റും സെസ് ബെനിഫിറ്റും ഒക്കെ തന്നെയുണ്ട്. വാഹനം എത്തിയിരിക്കുന്നത് നല്ല ഒരു പ്രൈസ് ഡിഡക്ഷനോട് കൂടിയിട്ടാണ്. എന്നാൽ സൗകര്യങ്ങളും സ്റ്റൈലും കംഫർട്ടും ഒക്കെ ഒരുപാട് കൂടിയിരിക്കുന്നു. അപ്പോൾ 2026 അവർ ഈ ഒരു ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് അവതരിപ്പിച്ചത് അവരുടെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് മാത്രമാണ്. ശരിക്കും ഡീസൽ പതിപ്പിലേക്കൊക്കെ ഈ വാഹനത്തിൻ്റെ മാറ്റങ്ങൾ വരുമോ എന്നറിയില്ല. സമീപ മാസങ്ങളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം. MG ഹെക്ടർ 2026 ഫേസ് ലിഫ്റ്റഡ് പതിപ്പിൻ്റെ വില തുടങ്ങുന്നത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില തുടങ്ങുന്നത് 12 ലക്ഷം രൂപയിലാണ്. വളരെ മികച്ച ഒരു പ്രൈസാണ്. ഇത്രയും വലിയൊരു വണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ 12 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസ് മതി. എന്താണ് പുതിയ മാറ്റങ്ങൾ, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഒരുപാട് ടീസർ ഒക്കെ നൽകി MG മോട്ടോർ ഇന്ത്യ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ഒരു ലോഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റഡ് വാഹനത്തിൻ്റെ ഒരു ലോഞ്ച് അത്ര പ്രാധാന്യത്തോടു കൂടി തന്നെ അവരെ അവതരിപ്പിച്ചിരിക്കുകയാണ്. മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ ഗ്രിൽ മാറി എന്നുള്ളതാണ് ഒരു മാറ്റം. ബമ്പർ മാറി. പിന്നിലെയും മുന്നിലെയും ബമ്പറുകൾക്ക് മാറ്റമുണ്ട്. ഈ ഗ്രില്ലിലേക്ക് മാറ്റമുണ്ട്. പുത്തൻ അലോയ് വീലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ള കാര്യം, പുതിയ 2 നിറങ്ങൾ അവർ കൊണ്ടുവന്നു ഇന്റീരിയർ തീമിലെ. 5 സീറ്റർ വാഹനത്തിന് ഒരു ഇന്റീരിയർ തീമാണെങ്കിൽ 6 and 7 സീറ്റർ വാഹനത്തിന് മറ്റൊരു ഇന്റീരിയർ തീമാണ് വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ MG ഹെക്ടർ 2026 കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് പഴയ ഹെക്ടറും പുതിയ ഹെക്ടറുമുണ്ട്. ഇതാണ് പുതിയ ഹെക്ടർ. ഗ്രില്ലിലേക്കുള്ള മാറ്റം. ഇത് പുതിയ ഗ്രില്ലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രില്ലാണ്. പഴയതിനെ അപേക്ഷിച്ചെന്ന് ഞാൻ പറയുന്നത് ഇത് പഴയ ഗ്രില്ലാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബമ്പർ ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. കുറച്ചും കൂടി മസ്കുലാർ ഫോമിലേക്ക് വന്നിരിക്കുന്നു ആ ഒരു ഡിസൈൻ. ഇനിയത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ അലോയ് വീലിലെ മാറ്റമാണ്. അലോയ് വീൽ മാറി എന്ന് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും ഒരു ലൈനോട് കൂടിയിട്ട് ഇതൊക്കെ ഒന്ന് അധികമാണ്. ഈ ഒരു ഇതിലെ ഒരു വ്യത്യാസമാണ് നമുക്ക് പഴയ ഹെക്ടറിൽ നിന്ന് പറയാൻ പറ്റുന്നത്. പുതിയ 2 എക്സ്റ്റീരിയർ കളർ വന്നു, ബ്ലൂ വന്നു, വൈറ്റ് വന്നു. അതിനേക്കാൾ ഉപരി നല്ല മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇൻറ്റീരിയർ ഈ ഒരു നിറമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പുതിയ ഇതിലേക്ക് ടാൻ കളറും ബ്ലാക്കും കൂടിയുള്ള കോമ്പിനേഷനാണ്. വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടി പ്രീമിയം ഫീലിലോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്തേക്ക് പഴയ കണക്കിൽ തന്നെയാണ്. എന്നാൽ ഐ സ്വൈപ്പ് എന്ന് പറയുന്ന ടെക്നോളജി, 2 ഫിംഗർ 3 ഫിംഗർ ഗസ്റ്റർ കൺട്രോളോട് കൂടി നമുക്ക് കമാൻഡ്, മ്യൂസിക്, അതുപോലെ തന്നെ നാവിഗേഷൻ, അതേപോലെ തന്നെ AC കൺട്രോളൊക്കെ സാധ്യമാകുന്ന ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ബമ്പർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് മാറ്റങ്ങൾ. ഫ്രണ്ടിലെ ബമ്പറിൻ്റെ അതേപോലത്തെ ഉള്ള ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് മാറ്റങ്ങൾ. ഇൻറ്റീരിയർ തീം 2 നിറങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ പുതിയ 2 നിറങ്ങൾ ആഡ് ചെയ്തു. വൈറ്റും ബ്ലൂവും പുതിയ ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മാറ്റങ്ങൾ. അതുപോലെ തന്നെ പ്രൈസ് കുറയുകയാണ് ചെയ്തത്. ബേസ് വേരിയന്റിന്റെ വില 12 ലക്ഷത്തിൽ തുടങ്ങുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. പുതിയതായിട്ട് MG മോട്ടോർ ഇന്ത്യ ഹെക്ടറിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻസാണ്. ഓറ ഹെക്സഗൺ ഗ്രിൽ എന്നാണ് അവർ ഇതിന് പറയുന്നത്. വളരെ ബോൾഡായിട്ടുള്ള ഹെക്സഗണൽ സ്ട്രക്ചറിലുള്ള ഒരു പുത്തൻ ഗ്രില്ലാണ്. ശരിക്കും ഇതിൻ്റെ മുൻഭാഗത്തെ കാഴ്ചയിൽ ഈ ഗ്രില്ലിൻ്റെ ഒരു ഗാംഭീര്യം അത്രയ്ക്ക് മനോഹരമാണ് എന്ന് തന്നെ പറയുന്നു. ക്രോം എലിമെൻറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് MGയുടെ ലോഗോ കാണാം. മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലെയും പിന്നിലെയും ഈ ഒരു ബമ്പറാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഒരു മസ്കുലർ ഫീൽ ഈ SUVക്ക് നൽകുന്നത് പോലെ, വളരെ കരുത്തനായിട്ടുള്ള ഒരു SUV എന്ന് തോന്നിക്കുന്നത് പോലെയുള്ള ഈ ഒരു ബമ്പർ, അതിലേക്കും ക്രോം എലിമെൻറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും പുത്തൻ ഹെക്ടറിൻ്റെ മുൻഭാഗം നമുക്ക് നന്നായിട്ട് ഇഷ്ടമാകും. ഹുഡ് ഡിസൈനൊക്കെ തന്നെയും വളരെ ബ്ലാക്കിൽ ഇത് നല്ല ഭംഗിയുള്ള പ്രൗഡായിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു വാഹനമായിട്ട് തോന്നുന്നു. ബോൾഡായിട്ടുള്ള സൈഡ് പ്രൊഫൈൽ, മികച്ച വീലാർച്ച്, അതേപോലെ 18 ഇഞ്ച് പുതിയ അലോയ് വീലാണ് മറ്റൊരു മാറ്റം.
എം ജിയുടെ ഏത് വാഹനങ്ങൾ ഇറങ്ങുമ്പോഴും അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒക്കെ തന്നെ നമ്മളെ വല്ലാണ്ട് ഇംപ്രസ് ചെയ്യും. ആദ്യകാലത്ത് ദ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന ടാഗ് ലൈനോട് കൂടിയിട്ട് ഇന്ത്യയിൽ എത്തിയ ഒരു വാഹനമാണ്. ടെക്നോളജിക്ക് അത്രയധികം പ്രാധാന്യമാണ് തുടക്കം മുതൽ തന്നെ എം ജി മോട്ടോർ ഇന്ത്യ നൽകുന്നത്. 2019 ഇത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സ്ക്രീനോട് കൂടിയിട്ട് എം ജി ഹെക്ടർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ടെക്സാവി ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ടൊരു കൗതുകവും അല്ലെങ്കിൽ ഒരു ഇഷ്ടവും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും അവർ ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതാക്കി ഒരു ടാബിൻ്റെ ഒക്കെ വലിപ്പത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ സെൻട്രൽ കൺസോൾ ഈ ഏരിയ എല്ലാം ഭയങ്കര പ്രീമിയം ലുക്കാണ്, ഒരു രക്ഷയുമില്ല. ഹാൻഡ് റെസ്റ്റ് ശരിക്കും വളരെ ഡീപ്പായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്, ഇവിടെ ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷനോട് കൂടിയിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ, വളരെ നീറ്റായിട്ടുള്ള ഒരു സെൻട്രൽ കൺസോൾ ആണ് ഈ കാണുന്നത്. ഗ്ലോസി ബ്ലാക്ക് കൊണ്ട് അത് വളരെ നീറ്റാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജിങ് സൗകര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 8 നിറങ്ങളിലുള്ള ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഐ സ്മാർട്ട് കണക്റ്റഡ് ടെക് വരുന്നുണ്ട്. 70-ലധികം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് അതിനകത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അഡാസ് സൗകര്യങ്ങൾ ഇതിനകത്തേക്ക് വരുന്നു. പുഷ് ബട്ടൺ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിരിക്കുന്നുണ്ട്. സ്മാർട്ട് കീ ഇതിനകത്തേക്ക് നൽകിയിരിക്കുന്നു. ആൻറ്റി തെഫ്റ്റ് ഇമ്മൊബിലൈസേഷൻ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് പവർ ടെയിൽ ഗേറ്റ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. PM 2.5 എയർ പ്യൂരിഫയർ വന്നിരിക്കുന്നു. റെയിൻ സെൻസിങ് വൈപ്പർ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇതിൽ പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്വൈപ്പ് ടച്ച് ഗെസ്റ്റർ കൺട്രോൾ വന്നിരിക്കുന്നു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ലാർജസ്റ്റ് ഇൻ ദി സെഗ്മെൻ്റ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റ് 7 സീറ്റർ SUV അല്ലെങ്കിൽ 6 സീറ്റർ SUV എന്നൊക്കെ പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 14 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം. ഇതിനകത്തേക്ക് പുതിയൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. മ്യൂസിക് ആണെങ്കിലും നാവിഗേഷൻ ആണെങ്കിലും AC കൺട്രോൾ ആണെങ്കിലും നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ 2 ഫിംഗേഴ്സ് അല്ലെങ്കിൽ 3 ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്കത് മാറ്റാൻ പറ്റും. അത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. അവരതിന് പറയുന്നത് ഐ സ്വൈപ്പ് ടെക്നോളജി എന്നാണ്. ഐ സ്വൈപ്പ് ടച്ച് ഗെസ്റ്റർ കൺട്രോൾ എന്നാണ് അതിന് പറയുന്നത്. അതിനകത്തേക്ക് മൾട്ടി ടച്ച് ഓപ്പറേഷൻസ് സാധ്യമാകും. 2 വിരലുകൾ അല്ലെങ്കിൽ 3 വിരലുകൾ കൊണ്ട് സ്വൈപ്പ് ചെയ്താൽ AC, മ്യൂസിക്, അതുപോലെ തന്നെ നാവിഗേഷൻ ഇതൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതൊരു പുതിയ കാര്യമാണ്. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ബ്ലൂടൂത്ത് കീ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. കീ ഷെയറിംഗ് വന്നിരിക്കുന്നു. ഇതിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ വലിപ്പം 17.78 സെന്റിമീറ്റർ ആണ്. എം ജിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എം ജി മോട്ടോർ ഇന്ത്യ 2019 ഇറക്കിയ SUV ആണ്. ശരിക്കും ഹെക്ടർ എന്ന് പറയുമ്പോൾ അത് 5 സീറ്ററിലാണ്, 6 സീറ്ററിലാണ്, 7 സീറ്ററിലാണെങ്കിലും വലിയ ഒരു വാഹനം, ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം. ഇറങ്ങിയ കാലത്തൊക്കെ ശരിക്കും ഇത്രയധികം ഫീച്ചേഴ്സ് ഒരു എം ജി മോട്ടോർ ഇന്ത്യ കൊണ്ടുവന്നപ്പോൾ ഇതൊരു വലിയ കൗതുകമായിരുന്നു. 6 വർഷം പൂർത്തിയാവുന്ന വാഹനം ഇറങ്ങിയിട്ട് 1.5 ലക്ഷം യൂണിറ്റ് മാത്രമേ അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. സമ്പന്നരുടെ ഒരു വാഹനമാണ് ഇത്. ഇപ്പോൾ ഇതിന്റെ ഒരു ടോപ്പ് വേരിയന്റിന്റെ വില പോലും 19.5 ലക്ഷം രൂപയിലേക്ക് വരുന്നു. ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 22 ലക്ഷത്തിനുള്ളിൽ ആകും. എന്നാലും മണി വർത്ത് ആണ് എന്ന് പറയാം. നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് തക്കതായിട്ടുള്ള ഫീച്ചേഴ്സും ലുക്കും ഇന്റീരിയർ ആംബിയൻസും ലക്ഷറിയും സേഫ്റ്റിയും പനോറമിക് സൺറൂഫും ഒക്കെ തന്നെ ഇതിനകത്തേക്കുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതിൽ 360 ഡിഗ്രി ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുമ്പോൾ മറ്റാരും നൽകാത്തൊരു കാര്യം, ഈ ഒരു പുതിയ ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ഹെക്ടറിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നു. വീലിന്റെ മൂവ്മെന്റ് നമുക്ക് ആ 360 ഡിഗ്രി ക്യാമറയിലൂടെ കാണാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. ഒരു വാഹനം നമ്മളിപ്പോൾ ഓഫ് റോഡിങ്ങിനോ എന്തിനൊക്കെ പോവുകയാണെങ്കിലും എവിടെയൊക്കെ പോവുകയാണെങ്കിലും 360 ഡിഗ്രി ക്യാമറയിൽ വീലിന്റെ ചലനങ്ങൾ അല്ലെങ്കിൽ വീലിന്റെ മൂവ്മെന്റ് നമുക്ക് അറിയാൻ പറ്റുന്നുവെങ്കിൽ നമുക്ക് റിവേഴ്സ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എം ജി ഹെക്ടർ 2026 അങ്ങനെ ഒരു പ്രൊവിഷൻ അതിന് 360 ഡിഗ്രി ക്യാമറയിൽ ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. സേഫ്റ്റിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വാഹന നിർമ്മാതാക്കൾ എന്ന് ഞാൻ പറഞ്ഞു. അഡാസ് ലെവൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വീൽ വ്യൂ ഉള്ള 360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് EBD, അതുപോലെ തന്നെ ABS, ഹിൽ കൺട്രോൾ, അതേപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ESP, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ സീറ്റുകളിലേക്കും അവർ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഐസോഫിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. ഡോർ പാനൽസിന്റെ ഡിസൈൻ ഒക്കെ തന്നെ നോക്കുക. അർബൻ ടാൻ എന്ന നിറവും കറുപ്പും കൂടി കലർന്ന ഡ്യുവൽ ടോണിലാണ് ഇതിന്റെ 6 and 7 സീറ്റർ കോൺഫിഗറേഷനിലുള്ള വാഹനത്തിന്റെ പുതിയ പതിപ്പ് അവർ ഇറക്കിയിരിക്കുന്നത്. ഡോർ പാനൽസിലൊക്കെ തന്നെ ബ്ലാക്കും അർബൻ ടാൻ എന്ന് പറയുന്ന നിറവും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇന്റീരിയർ പുതിയ ഇത്. അതുപോലെ തന്നെ 8 നിറങ്ങളിലുള്ള ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നല്ല ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു ലേഡ് ഡാഷ്ബോർഡ് ഡിസൈൻ പോലെ കാണുന്നു. ഇവിടെ എല്ലാം ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട്. വളരെ നല്ല ഒരു ഇത്. അതുപോലെ തന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ കൊടുത്തിരിക്കുന്നത്. MG എന്ന് പറയുന്ന ലോഗോ ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. പനോരമി സൺറൂഫ് എന്ന് പറയുമ്പോൾ 1ാം നിര മുതൽ അങ്ങ് ശരിക്കും 3ാം നിരയുടെ അടുത്ത് വരെയും എത്തി നിൽക്കുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു ലോകമാണ്. വിശാലമായ ആകാശ കാഴ്ച എന്ന് തന്നെ പറയാം. സീറ്റുകൾ ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് പുതിയ മാറ്റമല്ല, പഴയ ഹെക്ടറിൽ ഓൾറെഡി ഉള്ളതാണ്. പുതിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിലെ ഇന്റീരിയർ തീമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ വലിയ ലാർജസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ വിരലുകൾ കൊണ്ട് 2 വിരലുകൾ കൊണ്ടും 3 വിരലുകൾ കൊണ്ടും ഐ സ്വൈപ്പ് ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്റീരിയർ ആംബിയൻ ലൈറ്റിംഗ് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ. പുതിയ ഹെക്ടർ നിങ്ങൾക്കും ഇഷ്ടമാകും. അഫോർഡബിൾ പ്രൈസാണ്. അഫോർഡബിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും ലക്ഷറിയൊക്കെ കൊടുത്തിട്ടും ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് ടോപ്പ് വേരിയന്റിന്റെ 7 സീറ്റർ അല്ലെങ്കിൽ 6 സീറ്റർ വാഹനത്തിന്റെ വില 19.5 ലക്ഷം രൂപ മാത്രമാണ്. MG ഹെക്ടറിന് 2026 ജനുവരിയിൽ ഒരു ഫേസ് ലിഫ്റ്റ് വാഹന നിർമ്മാതാക്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഇന്റീരിയർ തീമിൽ വന്ന മാറ്റമാണ്. 5 സീറ്റർ ഹെക്ടറിന് ഒരു ഇന്റീരിയർ തീമാണെങ്കിൽ 6 and 7 സീറ്റർ കോൺഫിഗറേഷനിൽ എത്തുന്ന ഹെക്ടറിന് മറ്റൊരു തീമാണ് വാഹന നിർമ്മാതാക്കൾ കൊടുത്തിരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വാക്ക് റൗണ്ടിൽ ഇന്നുള്ളത് 7 സീറ്റർ ഹെക്ടറാണ്. ഇതിന്റെ ഇന്റീരിയർ തീം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ടോൺ അർബൻ ടാൻ എന്ന നിറത്തിലാണ് ഇന്റീരിയർ തീം വെച്ചിരിക്കുന്നത്. അർബൻ ടാൻ എന്ന് പറയുന്നത് ഈ ഒരു നിറമാണ്. ഒരു ശരിക്കും നമ്മളുടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഒക്കെ ഒരു നിറം, നല്ല നിറം എന്ന് പറയുന്നു. അതും ബ്ലാക്കും കൂടി ഉള്ള ഒരു കോമ്പിനേഷനിലാണ് 6 and 7 സീറ്റർ കോൺഫിഗറേഷനിലുള്ള ഹെക്ടറിന്റെ ഇന്റീരിയർ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ഇതിന്റെ 2ാം നിരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കപ്പ് ഹോൾഡറായിട്ട് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഈ ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റുകളും സ്ലൈഡിംഗ് ആണ്. നല്ല സീറ്റിംഗ് കംഫർട്ട്, ഇഷ്ടം പോലെ ലെഗ് റൂം, AC വെന്റുകൾ, ഇതൊക്കെ തന്നെയും അവർ ക്രോം ഗാർണിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കാലുകൾ നീട്ടി വെച്ചിട്ട് തന്നെ സുഖമായിട്ടിരിക്കാം. ഫ്ലാറ്റ് ഫ്ലോർ ആണ് കൊടുത്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് ഒക്കെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 2ാം നിര സീറ്റുകൾ ടംബിൾ ചെയ്തിട്ടാണ് നമ്മൾ 3ാം നിരയിലേക്ക് കടന്നിരിക്കുന്നത്. പനോരമിക് സൺറൂഫ് ആണ്. റൂഫ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലത തോന്നുന്ന 7 സീറ്റർ ഹെക്ടർ ആണ്. അതിൻ്റെ ഒരു ഇന്റീരിയർ, നമ്മൾ പുതിയ ഇന്റീരിയർ, ഈ ഒരു അർബൻ ടാൻ എന്ന് പറയുന്ന ഈ ഒരു നിറം വളരെ ഇഷ്ടപ്പെടും. വളരെ ഒരു ലക്ഷറി ഫീൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെതറൈറ്റ് അപ്പോൾസ്ട്രിയുടെ ഒരു ടെക്സ്ചറും എല്ലാം തന്നെയും നന്നായിട്ടുണ്ട്. നല്ല കുഷനിങ്, ഡോർ പാനൽസ് ഒക്കെ തന്നെയും ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ്. ടെക്നിക്കലി അൺചേഞ്ച്ഡ് ആണ് 2026 ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഉള്ളത് എന്നുകൂടി എടുത്തു പറയുന്നു. ശരിക്കും ഇതിന്റെ ഡീസൽ പതിപ്പിന്റെയോ സാധാരണ പെട്രോൾ പതിപ്പിന്റെയോ ഒക്കെ ഒന്നും തന്നെ ഇതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്നോ ഒരു അപ്ഡേറ്റ്സ് എന്നോ ഒന്നും പറഞ്ഞിട്ട് വാഹന നിർമ്മാതാക്കൾ അനൗൺസ് ചെയ്തിട്ടില്ല. ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിലേക്ക് മാത്രമാണ് ഇത്തരം മാറ്റങ്ങളെല്ലാം അവർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വില തുടങ്ങുന്നത് 12 ലക്ഷം രൂപ മുതലാണ്. 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ 5 സീറ്റർ ഹെക്ടറിന്റെ ഫേസ് ലിഫ്റ്റഡ് വേർഷന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വില 19.5 ലക്ഷം രൂപ വരെ വരും എന്നുകൂടി എടുത്തു പറയുന്നു. 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്കാണ് ഈ ഫേസ് ലിഫ്റ്റഡ് പതിപ്പ് എത്തിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മാനുവൽ ട്രാൻസ്മിഷനിലും കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില തുടങ്ങുന്നത് 12 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ്. അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 19,50,000 രൂപയിലാണ്. അതായത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില തുടങ്ങുന്നത് 12 ലക്ഷത്തിലും അതിൻ്റെ ടോപ്പ് വേരിയൻറ്റ് 17,30,000 രൂപയിലുമാണ്. CVT പതിപ്പ് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 16,30,000 രൂപ മുതൽ 19,50,000 രൂപ വരെയാണ്. ആദ്യകാലത്തെ ഹെക്ടറിൽ നിന്നും വളരെ വിലക്കുറവാണ് പുത്തൻ ഫേസ് ലിഫ്റ്റ്